എല്ലാവർക്കും റൂട്ടസ് സെൽകൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്യാവശ്യം നമ്മുടെ ഇടുക്കി ജില്ലയിൽ നല്ല മഴയൊക്കെ ലഭിച്ചു. ഓഗസ്റ്റ് മാസമായി. തോട്ടങ്ങളിൽ സെറ്റിങ്സ് അത്യാവശ്യമായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഈ വർഷം സെറ്റിങ്സ് തീരെ കുറവായിരുന്നു എല്ലായിടത്തും തന്നെ പൊതുവെ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തീരെ വേരുകളുടെ സാന്നിധ്യം തോട്ടങ്ങളിൽ വളരെ കുറവായിട്ടായിരുന്നു കാണിക്കുന്നത്. അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ തോട്ടത്തിൽ അത്യാവശ്യം നല്ല റൂട്ടിങ് കാണിക്കുന്നുണ്ട്, ഫ്ലവറിങ് നല്ലപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ടിങ്ങും കൂടെ നല്ലപോലെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ഫോളിയാർ ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഇപ്പോഴും ബെറ്റർ ആയിട്ടൊരു കാര്യമാണ്. നല്ല മഴയൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ഫോളിയർ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോഴത്തേക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫോളിയാർ ന്യൂട്രിയൻസ് ആണ് നമ്മൾ മെയിനായിട്ട് തന്നെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കോംബോ എക്സ്പോർട്ടിൻ്റെ ബാസ് ഫോളിയാർ ഫ്രൂട്ട് SP എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പോൾ അതിൽ NPK റേഷ്യോ വരുന്നത് 7% നൈട്രജനും 8% ഫോസ്ഫറസും 34% പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി സൾഫർ ഒരു 9%, മഗ്നീഷ്യം ഒരു 4% കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ന്യൂട്രിയൻ്റ് മിക്സ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1/2 കിലോ ആണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ടിങ്ങിനെ ആണെങ്കിലും ഫ്ലവറിങ്ങിനെ ആണെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ NPK കൊടുക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ചെറിയ ട്രേസ് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ന്യൂട്രിയൻ മിക്സ്ചറും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ചീലേഷനുള്ള, അതായത് അമിനോ ചീലേഷനിൽ വരുന്ന നല്ലൊരു മൈക്രോന്യൂട്രിയൻ മിക്സ്ചറാണ് നമ്മുടെ എക്സീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ തൊട്ടേ റെക്കമെൻഡ് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ്. അപ്പോൾ എക്സീഡിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് മംഗനീസ്, ബോറോൺ, സിങ്ക് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന, മഗ്നീഷ്യലോട് അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ഫ്രൂട്ട് SP 1/2 കിലോയും എക്സീഡ് 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് 3 ലിറ്റർ വീതം ഒരു ചെടിക്ക് കിട്ടുന്ന രീതിക്ക് നല്ലപോലെ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കണ്ടീഷൻ നല്ലപോലെ മാറ്റാനായിട്ടും നല്ലപോലെ ഈൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വർഷം തോട്ടങ്ങളിൽ സെറ്റിങ്സ് തീരെ കുറവായിരുന്നു. മിക്കവാറും തോട്ടങ്ങളിൽ അരിമ്പ് തെളിഞ്ഞു വന്നതും കുറവാണ്. മാത്രമല്ല പിടുത്തവും വളരെ കുറവായിരുന്നു. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വേരുകൾ ഇല്ലാത്തത് തന്നെയാണ്. അതായത് തോട്ടങ്ങളിൽ വേരുകളുടെ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെയാണ് സെറ്റിങ്സ് യൂഷ്വലി കുറവായത്. പക്ഷേ എങ്കിലും വേര് വന്നതിന് ശേഷവും പിടിക്കാൻ നിൽക്കുന്ന തോട്ടങ്ങൾ ഒട്ടനവധിയാണ് നമ്മുടെ ഇടുക്കിയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ ഞാൻ നല്ലൊരു കോമ്പിനേഷൻ കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ നോർമൽ NPK പോലത്തെ കോമ്പിനേഷൻ അല്ല നമ്മൾ പക്ഷേ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷനാണ്. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പൊട്ടാഷ്യം ഷോണേറ്റ് പാഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ബ്രാൻഡുകളുടെ സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. ഇപ്പോഴും നമ്മൾ ക്വാളിറ്റിക്ക് പ്രിഫറൻസ് കൊടുക്കുക. പാഷൻ കൊടുക്കേണ്ടത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ. അതിൻ്റെ കൂടെ നമ്മുടെ ബോറോൺ 20% വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. സീൽ ബോർ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ലഭ്യതയിലുള്ളതാണ്. അപ്പോൾ കൊടുക്കേണ്ട ഡോസേജ് എന്ന് പറയുന്നത് സീൽ ബോർ അതൊരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സിങ്ക് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ചെടികളുടെ ഒരു ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് സിങ്ക് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം സിങ്കിൻ്റെ നമ്മുടെ DTA ഫോമിലുള്ള സിങ്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 100 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാൽമിനോ, അതായത് ലിക്വിഡ് കാൽഷ്യമാണ് 11% ഉള്ള കോമ്പിനേഷനാണ്. ചെറിയ രീതിക്കുള്ള അമിനോ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ കൊടുക്കേണ്ട ഡോസേജ് എന്ന് പറയുന്നത് 300 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പൊട്ടാഷ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സെറ്റിങ്സിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ബോറോൺ ഉള്ളത് കൊണ്ട് തന്നെ സെറ്റിങ്സിനാണെങ്കിലും ഫ്ലവറിങ്ങിനാണെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒരു 3 ലിറ്റർ ചെടിക്ക് കിട്ടുന്ന രീതിക്ക് നല്ല പോലെ സ്പ്രേ കൊടുത്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോയും കൂടെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പലരും നമ്മുടെ മാർക്കറ്റിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷൻ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ സോയിൽ ഫിറ്റിൻ്റെ എലിക്സ് മാക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ NPK റേഷ്യോ വരുന്നത് നൈട്രജൻ 0% ആണ്, 28% ഫോസ്ഫറസും 38% പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അത്യാവശ്യം പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ടിങ്ങിനൊക്കെ ആണെങ്കിലും കായ്ക്ക് നല്ല സൈസൊക്കെ ആകാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1/2 കിലോ ആണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. മാത്രമല്ല ലൈറ്റായിട്ട് നമ്മുടെ അമിനോ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രേസ് എലമെൻറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ബോറോൺ, സിങ്ക്, അയൺ, കോപ്പർ, മംഗനീസ്, സൾഫർ എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന നല്ല ഒരു മൈക്രോന്യൂട്രിയൻ്റ് മിക്സ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് സോൾഫിറ്റിൻ്റെ തന്നെ ബഡ്ഫിറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. വളരെ പ്രശസ്തമായിട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ NPK റേഷ്യോ വരുന്നത് നൈട്രജൻ 6%, ഫോസ്ഫറസ് ഒരു 30% കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്.
അതിൻ്റെ കൂടെ നമ്മുടെ ബോറോൺ 8%, പിന്നെ നമ്മുടെ മോളിഡിനും 2% കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 to 4 ലിറ്റർ എന്നുള്ള കണക്കിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ എല്ലാ ന്യൂട്രിയൻസുമായി ഫോളിയർ സ്പ്രേയിൽ മാത്രമല്ല NPK ഉണ്ട്, എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഫോളിയർ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂട്രിയൻസ് സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഒരു ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് നൈട്രജൻ ഇല്ലാത്ത കോമ്പിനേഷൻ ആണെങ്കിൽ പോലും ലൈറ്റായിട്ടുള്ള അമിനോ കണ്ടൻസ് മിക്കവാറും കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അഴുകലുള്ള തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ ലൈറ്റായിട്ട് അഴുകൽ കാണാനുള്ള സാധ്യതകളൊക്കെ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ കണ്ടമാനം ഭീഷണിയുള്ള തോട്ടങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഫോളിയർ കോമ്പിനേഷൻസ് കുറവായിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫംഗിസൈഡ് നമ്മൾ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോളിയർ ന്യൂട്രിയേഷൻസ് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതും കൂടെ ശ്രദ്ധയിലേക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് നിങ്ങളുടെ തോട്ടങ്ങളിൽ സെറ്റിങ്സൊക്കെ ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അരിമ്പ് തെളിയാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ കൊടുക്കാൻ പറ്റിയ കുറച്ച് കോമ്പിനേഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള കർഷകർക്കായിട്ട്. മാത്രമല്ല സംശയങ്ങളുള്ളവരാണെങ്കിലും അഭിപ്രായമുള്ളവരാണെങ്കിലും നമ്മുടെ നമ്പറിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൺസൾട്ടിങ് വേണ്ടവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.